കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഗുരുവായൂരപ്പൻ്റെ നട തുറന്ന് നമുക്കെന്തായാലും പോയി കാണാം. ഏത് രൂപത്തിലാണ് ഭഗവാന്റെ ചതുർബാഹുവായ രൂപത്തിൽ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ വളരെ മനോഹരങ്ങളായ രൂപങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഏത് രൂപത്തിലാണോന്നറിയില്ല. അമ്പാടിയിലെ രൂപമാണോ അതോ മറ്റേതെങ്കിലും രൂപങ്ങളാണോ എന്നൊന്നും അറിയില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. അവിടെ വന്നാൽ സുഖമായിട്ട് ദർശന തിരക്കേ ഇല്ല. അങ്ങനെ വന്ന് നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും അതിങ്ങനെ സ്വർണം കെട്ടിച്ചത്, അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം ഒന്ന് നോക്കാം. കെടാവിളക്ക് കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രകാശം. ആ പ്രകാശത്തിലിങ്ങനെ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞ നല്ല 2 കാൽപാദങ്ങൾ ഇങ്ങനെ ചെറിയൊരു ഉണ്ണിയുടെ കാൽപാദം കേട്ടോ. വലിയ തടിയൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ആ കാൽപാദം ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പൊന്നുണ്ണിയാണ്. അരമണിയൊക്കെ കാണാണ്ട്, പട്ടുകോണ കൊടുത്തത് കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി അരമണി കിങ്ങിണി കണ്ട്, അതേപോലെ ഒരു വളയം പോലത്തെ മാല കാണാണ്ട്, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്, ഒരു പതക്കം പോലത്തെ മാല. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ മുഖത്ത് നല്ല ചിരിയാട്ടോ. ചെറിയൊരു ഉണ്ണിയാണ്, ഒരു 1-2 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. കുഞ്ഞ ഉണ്ണിയാണ്. അപ്പം അങ്ങനെ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് 2 കൈകൾ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്. അപ്പോൾ 2 കൈയോടും പൊന്നോടക്കോയിൽ ഇങ്ങനെ പിടിച്ച് വേണുഗാനം പൊഴിക്കുക. വേണുഗോപാലനായിട്ടുള്ള ഇരുത്താട്ടോ. ചെറിയ ഉണ്ണിയാണ്. ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഉണ്ണി. അതാണ് ആ കുസൃതി നിറഞ്ഞ ആ ചിരി ആണ് കാണാനുള്ളത് മുഖത്ത്. അങ്ങനെ കൈവളകളും തോൾവളകളും കണിഞ്ഞിങ്ങനെ കാണുന്നു. മുകളിലേക്ക് ഇങ്ങനെ തിരുമുടിമാല, തിരുമുടി കെട്ടിയിട്ടുണ്ട്, കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാലകൾ എന്താ വെച്ചാൽ 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവ്, പിന്നെ കൂടുതലും കുറച്ച് തെച്ചിയായിട്ടുള്ളതും, വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ട്, അതേപോലെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും, അങ്ങനെ 3 തിരുമുടിമാലകളുണ്ട്. അതേപോലെ ഉണ്ടമാല ഉണ്ട്, നല്ല 2 ഉണ്ടമാല. ചെറിയ ഉണ്ണിയാച്ചാലും മാലകളൊക്കെ ധാരാളം ഉണ്ട്, സാരമുണ്ട്. 2 ഉണ്ടമാലകൾ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ടുള്ള അതേപോലെ തന്നെ ആയിട്ടുള്ള. പിന്നെ മുകളിൽ വിധാനമായിട്ട് 3-4 തുളസി, കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തുളസി മാലകളുണ്ട് ധാരാളമായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ആ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഉണ്ണി ഇങ്ങനെ ഇരുന്ന് കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുക, കാല് നീട്ടി ഇരുന്ന് ഇങ്ങനെ വിളിക്കുക വേണുഗോപാലനായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നെ കേൾക്കുന്ന ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലെത്തും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ നേരെ താഴത്തേക്ക് ഇറങ്ങിയ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുത് ആലിലക്കണ്ണനെയും അതേപോലെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ കിരീടം ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. പിന്നെ ഒരു വെളുത്ത പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വലിയ സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. മേലാസകലം ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കാണാണ്ട് കിരീടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കിയാൽ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം, കിടാവിളക്കും കാണാം. സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചോളൂ.
സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. ആ വരാഹത്തിൻ്റെ അവിടെയുള്ള സൈഡിൽ നോക്കിയാൽ കുറൂരമ്മേനെയും വെണ്ണക്കണ്ണനെയൊക്കെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപം, ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴാം. പരമരാമസ്വാമിയുടെ അവിടെ ഉണ്ട് കേട്ടോ ധാരാളം മാലകൾ. ആ വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. മുകളിലിങ്ങനെ വിധാനമായിട്ട് ഒരുപാട് മാലകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹത്തിൻ്റെ ഉഗ്രരൂപമായ നരസിംഹത്തിൻ്റെ രൂപം ഇങ്ങനെ കാണാം. അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് കൃഷ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ വന്നിട്ടൊരു ലിഖിതമാല മാത്രമേ കാണാറുള്ളൂ. പിന്നീട് നമ്മൾ ആ മുരുകൻ്റെ അടുത്തേക്ക് വരികയാണ്. അവിടെ നോക്കുമ്പോൾ നിറച്ച് ഒരു വെളുത്ത പൂവുണ്ട്, പിന്നെ വെളുത്ത ഭസ്മം കൊണ്ടുള്ള അഭിഷേകമുണ്ട്. പിന്നീടുള്ളത് നമ്മൾ കാണുന്നത് ഹനുമാൻ സ്വാമിയുടെ അവിടെ. ഇന്നിപ്പോൾ ഒരു വെറ്റിലമാലയുണ്ട്, കുങ്കുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണനെയും അതേപോലെ കാളിയമർദ്ദന രൂപിയും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ ആ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതേപോലെ ഗ്രില്ലിന് അപ്പുറത്തുള്ള മണിക്കിണറും ആ നൃത്താറയൊക്കെ നോക്കി കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ ഭഗവതിയുടെ അവിടെയൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, എന്നാലും നമുക്കതിലിങ്ങനെ പോരാം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ആ ഗോളക തന്നെയാണ്, അതേമാതിരി കിരീടമൊക്കെ വെച്ചിട്ടുള്ള ആ ഗോളകയാണ് കേട്ടോ. പിന്നെ ധാരാളം മാലകൾ കാണാണ്ട്, ചുവന്ന പൂവാണ് കൂടുതൽ. പിന്നെ താമര ഉണ്ട്, അതേപോലെ ശിവേലി വിഗ്രഹത്തിനും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പം അമ്മേനെ പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ടായിരിക്കുന്ന ബാലഗോപാലിനെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ ആ കിടാവിളക്ക് കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നലെ വളരെ മനോഹരമായിരുന്നു. ഇന്നിപ്പോൾ അത്രയ്ക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു നല്ല രസമുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, ഒരു പാവ് കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ അവിടെ പ്രദക്ഷിണമായിട്ട് വന്ന് വീണ്ടും നമ്മൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിനുള്ള ആ വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ നേരെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ നാരായണാലയത്തിൽ ചെന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം അതൊന്ന് കണ്ട് തൊഴാം. കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ ഭഗവതി നടയിലും അതുപോലെ കിഴക്കേ നടയിലുള്ള ആ
വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് നമ്മൾ തെക്കേ നടയിലുള്ള ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതേപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ അവരവരെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ.